കുറച്ചു ദിവസങ്ങളായി രേണു സുധിയുടെ മുൻകാല ജീവിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കൊല്ലം സുധിയെ വിവാഹം ചെയ്യും മുമ്പ് രേണു ബിനു എന്നൊരാളെ വിവാഹം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അങ്ങനൊരു വിവാഹം നടന്നതായോ ബിനു എന്നൊരാളെ പരിചയമുള്ളതായോ രേണു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ചെന്നിടത്തെല്ലാം രേണു ഒരു പ്രശ്നക്കാരിയായിരുന്നുവെന്നും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ജീവിതമെന്നും പറയുകയാണ് രേണുവിന്റെ അയൽക്കാരി. ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് രേണുവിനെക്കുറിച്ചുള്ള നാട്ടുകാരിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. സുധിയുമായി നിരന്തരം രേണു വഴക്കിടുമായിരുന്നുവെന്നും സുധിയെ വീടിനു ചുറ്റും ഓടിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കേട്ടതായും അയൽക്കാരി പറയുന്നു. വെൽഡർ ബിനു തന്നെയാണ് രേണുവിന്റെ ആദ്യ ഭർത്താവ്. ഞാലിയാൻകുഴിയുള്ളവരെല്ലാം രേണുവിന്റെ വീഡിയോ കാണാറുണ്ട്. എത്ര മൂടി വെച്ചാലും രേണുവിന്റെ വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് നടന്നതുമെല്ലാം നാട്ടുകാർക്കറിയാം. അവരെക്കൊണ്ട് തന്നെയാണ് കമന്റ് ഇടുന്നതും. നാട്ടിലുള്ള ആർക്കും രേണുവിനോട് താല്പര്യമില്ല, എല്ലാവർക്കും വെറുപ്പാണ്. പക്ഷേ നാട്ടുകാരെല്ലാം സപ്പോർട്ടാണെന്നാണ് രേണു പറഞ്ഞു നടക്കുന്നത്. 35 മുകളിൽ പ്രായം രേണുവിനുണ്ട്. 32 കള്ളം പറയുന്നതാണ്. ഏവിയേഷൻ പഠിക്കുകയോ എയർ ഇന്ത്യയിൽ പോവുകയോ ചെയ്തിട്ടില്ല രേണു. സുധിയുമായി രേണു എന്നും വഴക്കായിരുന്നു. രേണുവിനൊപ്പം കൂടിയ ശേഷമാണ് സുധിക്കേറെ ഇത്രയേറെ കടങ്ങൾ വന്നതെന്നും നാട്ടുകാരി പറയുന്നു. സുധിയെ വീടിനു ചുറ്റും ഓടിച്ചിട്ട് രേണു തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നീ സുധിയുമായി വഴക്കിട്ടപ്പോൾ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകുമടാ എന്നാണ് രേണു പറഞ്ഞത്. അത് പറഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സുധി മരിച്ചു. നിന്റെ തല പോവുകയാണെങ്കിൽ ഞാനും അമ്മയും പപ്പയും കൊച്ചും സുഖമായി ജീവിക്കുമെന്നും രേണു പറഞ്ഞു. ആദ്യ വിവാഹം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ രേണുവിന് ജോലി ചെയ്യാൻ മടിയായിരുന്നു. ജ്യൂസും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കൂ. പിന്നീട് അവിടെ വലിയ വഴക്കായി. ശേഷം ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഡിവോഴ്സായി. ബിനു പിന്നീട് വേറെ വിവാഹം കഴിച്ചുവെന്നും നാട്ടുകാരി പറയുന്നു. മോശമായ രീതിയിലാണ് നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ രേണുവിനെക്കുറിച്ച് ലഭിച്ച അഭിപ്രായം. ആദ്യ ഭർത്താവിനെയും വിവാഹത്തെയും കുറിച്ച് ചോദിക്കുമ്പോൾ അഭിമുഖങ്ങളിലെല്ലാം ഒരു ബന്ധവുമില്ലാത്ത മറുപടികളാണ് രേണു നൽകുന്നത്. പക്ഷെ രേണുവിന്റെ ആദ്യ വിവാഹത്തിൽ പങ്കെടുത്ത് സദ്യ കഴിച്ചവർ നിരവധിയുണ്ടെന്ന് യൂട്യൂബറും വെളിപ്പെടുത്തി. സുധിയുടെ 3ാമത്തെ ഭാര്യയാണ് രേണുവെന്നാണ് അടുത്തിടെ പുറത്തു വന്ന വിവരം. ആദ്യ ഭാര്യ പോയ ശേഷം ശാലിനി എന്നൊരു സ്ത്രീയെ സുധി വിവാഹം ചെയ്തിരുന്നു. എന്നാൽ അതിനിടെ രേണുവും സുധിയും പ്രണയത്തിലായി. അത് മനസ്സിലാക്കി ശാലിനി സുധിയുമായുള്ള ബന്ധം വേർപെടുത്തുകയായിരുന്നു. എന്നാൽ സുധി തന്നെ വിവാഹം ചെയ്യും മുമ്പ് 2 വിവാഹം ചെയ്തിട്ടുണ്ടെന്ന് രേണു സമ്മതിക്കുന്നില്ല. രേണു മാതാപിതാക്കൾക്കൊപ്പം കോട്ടയത്ത് സന്നദ്ധ സംഘടന നിർമ്മിച്ചു നൽകിയ വീട്ടിലാണിപ്പോൾ താമസം. സിനിമ, മ്യൂസിക് വീഡിയോ, ഷോർട്ട് ഫിലിം അഭിനയമാണ് രേണുവിന്റെ വരുമാന മാർഗം. അച്ഛന്റെ ബന്ധുക്കൾക്കൊപ്പമാണ് സുധിയുടെ മൂത്ത മകന്റെ താമസം. സുധിയുമായുള്ള വിവാഹ ജീവിതത്തിൽ ഒരു മകനും കൂടി രേണുവിനുണ്ട്.